നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇരിപ്പുണ്ടോ? അപ്പോൾ അടിപൊളി ബനാന കേക്ക് ഒന്ന് ഉണ്ടാക്കിയാലോ? ഇതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചിടുന്നുണ്ട്. പിന്നെ വാനില എസൻസും ചേർത്ത് പഞ്ചസാരയും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പഞ്ചസാര കുറേശ്ശെയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് 1 കപ്പ് മൈദ, പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, അല്പം ഉപ്പ്, പിന്നെ ഞാൻ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്തു. ഇത് ഓപ്ഷണലാണ്. എല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് മിക്സ് ചെയ്യുന്നത്. പിന്നെ ഒരു 3 പഴമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇതും ഈ ഒരു മാവിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി മാവ് അല്പം ലൂസാക്കാൻ വേണ്ടി ബട്ടറോ മിൽക്കോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പിന്നെ ബട്ടറും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കേക്കിംഗ് മോൾഡിലേക്ക് ബട്ടറും കൂടി സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള